ഭയങ്കര നല്ല ആൾക്കാരെ എനിക്ക് പേടിയാണ്. പങ്കാളി മദ്യപാനവും പുകവലിയും ഒക്കെയുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല. ഒരു കാലത്ത് മിനി സ്ക്രീനിൽ ഏറ്റവും റേറ്റിംഗിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയാണ് മഞ്ഞുരുകും കാലം. അടുത്തിടെയായി വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച സീരിയലിന്റെ ക്ലിപ്പുകൾ വീണ്ടും വൈറലാകുന്നുണ്ട്. ആൺപെൺ വ്യത്യാസമില്ലാതെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും മഞ്ഞുരുകും കാലത്തിന്റെ പ്രേക്ഷകരായിരുന്നു. സീരിയലിലെ കേന്ദ്ര കഥാപാത്രമായ ജാനിക്കുട്ടിയുടെ യുവത്വം അവതരിപ്പിച്ചത് വയനാട് സ്വദേശിനിയായ മോനിഷയായിരുന്നു. ജാനിക്കുട്ടി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരം അവിചാരിതമായിട്ടാണ് മോനിഷയ്ക്ക് കൈവരുന്നത്. അപ്രതീക്ഷിതമായി ലഭിച്ച അവസരമാണെങ്കിലും വളരെ മനോഹരമായി കഥാപാത്രത്തെ അവതരിപ്പിച്ച് മോനിഷ ജനപ്രീതി നേടി. മഞ്ഞുരുകും കാലത്തിനു ശേഷം നിരവധി പ്രൊജക്റ്റുകൾ ചെയ്തുവെങ്കിലും ഇന്നും മോനിഷ മലയാളികൾക്ക് ജാനിക്കുട്ടിയാണ്. മലയാളത്തിൽ വളരെ വിരളമായി മാത്രമേ മോനിഷ അഭിമുഖങ്ങൾ നൽകിയിട്ടുള്ളൂ. സോഷ്യൽ മീഡിയയിലും സജീവമാണ് നടി. തെലുങ്ക് സീരിയലിൽ അഭിനയിച്ചപ്പോഴാണ് ഭാഷ അറിയാത്തതിൻ്റെ വിഷമം താൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചെന്ന് മോനിഷ പറയുന്നു. എനിക്ക് തമിഴ് ഒട്ടും അറിയില്ലായിരുന്നു. ചെറുപ്പത്തിൽ തമിഴ് സിനിമകൾ കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് തമിഴിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ പ്രൊമിറ്റിംഗ് എനിക്ക് എളുപ്പത്തിൽ മനസ്സിലാകുമായിരുന്നു. തമിഴ് എനിക്ക് ഈസിയായിരുന്നു. പക്ഷേ തെലുങ്ക് സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഞാൻ പെട്ടുപോയി. കാരണം തെലുങ്ക് കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. തമിഴ് അറിയാവുന്നവരോ മലയാളീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം തലയ്ക്ക് ഭ്രാന്തായിപ്പോയി. ഡയറക്ടർ നടക്കാൻ പറയുമ്പോൾ ഞാൻ ഇരിക്കും. അത് കണ്ട് എല്ലാവരും ചിരിക്കും. ചിലപ്പോഴൊക്കെ കളിയാക്കൽ കണ്ട് സങ്കടം വരുമായിരുന്നു. പിന്നീട് അവസാനമായപ്പോഴേക്കും കുറച്ചൊക്കെ പഠിച്ചു. എൻ്റെ ഹീറോസുമായി ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗോസിപ്പുകൾ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. കുടുംബത്തിലെല്ലാവർക്കും മഞ്ഞുരുകും കാലമാണ് ഞാൻ ചെയ്ത പ്രൊജക്റ്റുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത്. പിന്നീട് ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രണയങ്ങളെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുമെല്ലാം താരം പങ്കുവച്ചു. ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് എന്നോട് ആരെങ്കിലും വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന്. പക്ഷേ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രണയമുണ്ടായിട്ടുണ്ട്. ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ കാമുകന്മാരുമായി ഞാൻ ഇപ്പോഴും നല്ല ഫ്രണ്ട്ലിയാണ്. ഇടയ്ക്ക് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട്. എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും ഞാൻ വളരെ ഹോംലിയാണെന്ന്. പക്ഷേ അടുത്തിടപഴകി കഴിയുമ്പോൾ ഞാൻ കുറച്ച് വയലൻ്റാണ്. എന്നെ കണ്ടാൽ അമ്പലക്കുട്ടിയായി തോന്നും. പക്ഷെ ഞാൻ ദൈവവിശ്വാസിയേ അല്ല. പിന്നെ നമുക്ക് സെറ്റാവാത്ത ഒരു സ്പേസിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് പോയിക്കൊള്ളുക. റിലേഷൻഷിപ്പ് പോലുള്ള കാര്യങ്ങളിൽ സെറ്റായില്ലെന്ന് തോന്നിയാൽ ഞാൻ പെട്ടെന്ന് നോ പറയും. മനസ്സ് കല്ലാക്കിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് വിഷമം വരാറില്ല. പ്രണയിച്ച് വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഒന്നും നടക്കുന്നില്ല. മാട്രിമോണിയിലൊക്കെ പ്രൊഫൈൽ ഇട്ടിട്ടുണ്ട്. പങ്കാളിയാകുന്നയാൾ മദ്യപാനവും പുകവലിയും ഒക്കെയുള്ള ആളാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഭയങ്കര നല്ല ആൾക്കാരെ എനിക്ക് വേണ്ട. ഭയങ്കര നല്ല ആൾക്കാരെ എനിക്ക് സത്യത്തിൽ പേടിയാണ്. കുറച്ച് ചില്ലായിട്ടുള്ള ആൾക്കാരെയാണ് ഇഷ്ടം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഒരാൾ സെറ്റാകുന്നില്ല. ഞാനൊന്ന് സെറ്റായി കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെന്നും മോനിഷ പറയും.